ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP NK പ്രേമചന്ദ്രനെ RSP പ്രഖ്യാപിക്കും. RSP നേതാക്കൾ മാധ്യമങ്ങളെ അല്പസമയത്തിനകം കാണും. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സലിം, എന്താണ് വിവരങ്ങൾ? വേണു, ഇന്ന് 12 മണിക്കാണ് RSPയുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, ഒപ്പം തന്നെ നിലവിലെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, ഒപ്പം മുൻ RSP സംസ്ഥാന സെക്രട്ടറി A അസീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പേരും RSPയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം പാർലമെന്റ് സീറ്റിൽ അവർ കാണുന്നില്ല. അവരുടെ പരിഗണനയിൽ പോലും ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ 2 തവണയും UDF ടിക്കറ്റിൽ കൊല്ലം പാർലമെന്റിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത നേതാവാണ് NK പ്രേമചന്ദ്രൻ. ആദ്യം RSP UDFിലേക്ക് എത്തിയതിനു ശേഷം ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് MA ബേബിക്കെതിരെയായിരുന്നു. MA ബേബിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ആദ്യ തവണ പാർലമെന്റിലേക്ക് കഴിഞ്ഞ തവണ എത്തുന്നത്. അതിനുശേഷം KN ബാലഗോപാൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചു. അപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനായി. ആ ആത്മവിശ്വാസം തന്നെയാണ് വീണ്ടും NK പ്രേമചന്ദ്രൻ എന്ന ഒറ്റപ്പേരിലേക്ക് RSPയെ എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മണ്ഡലത്തിലാകെയുള്ള ജനസ്വീകാര്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മറ്റൊരു പേരിലേക്ക് പോലും കടക്കേണ്ട ആലോചന പോലും വേണ്ട എന്നുള്ളതും നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അതിനുശേഷം ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകണം എന്നായിരുന്നു RSP കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് UDFിലെ സീറ്റ് വിഭജനം പൂർണ്ണമായി പൂർത്തിയാക്കിയതിനു ശേഷം അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന നിലയിലേക്ക് അവർ എത്തുകയായിരുന്നു. പക്ഷേ UDFിലെ സ്ഥാനാർത്ഥി സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ 3ാം സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം അനന്തമായി നീളുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് RSP തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന് ശേഷം തന്നെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പൂർണ്ണ സമയത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കടക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ നിലയിലാണ് ഇപ്പോഴുള്ള ക്രമീകരണം. നിലവിൽ തന്നെ നേരത്തെ തന്നെ NK പ്രേമചന്ദ്രനായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. മണ്ഡലത്തിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണ് NK പ്രേമചന്ദ്രൻ. ഒപ്പം തന്നെ പാർലമെന്റിൽ നടത്തിയ മികച്ച ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടും NK പ്രേമചന്ദ്രൻ എന്ന പേരിലേക്ക് RSP വീണ്ടും എത്തുകയായിരുന്നു. വേണു, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.